കൗമാരപ്രായം അപകടം പിടിച്ച കാലമാണ്. പ്രണയവും സൗഹൃദവും മനസ്സിൽ തോന്നുന്ന സമയം. വീട്ടുകാരെക്കാൾ കൂട്ടുകാർക്കാണ് പലരും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ പക്വതയില്ലാത്ത പ്രായത്തിൽ പല ചതികളിലും വീഴുന്നവരുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് മക്കളെ നിങ്ങൾ ഒരുപാട് തവണ ചിന്തിക്കണം. ഒരു ബന്ധം നഷ്ടപ്പെടുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല. ബന്ധത്തിൽ ഭീഷണിയോ സമ്മർദ്ദമോ ബ്ലാക്ക് മെയിലിങ്ങോ നിരന്തരമായ ശല്യമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നേരിടരുത്. മാതാപിതാക്കളോടോ അധ്യാപകരോടോ സുഹൃത്തുക്കളോടോ ഉടൻ തുറന്നു പറയണം. പ്രണയത്തിൻ്റെ പേരിൽ ആരും നിങ്ങളുടെ ജീവിതത്തിന്മേൽ അവകാശം സ്ഥാപിക്കാൻ അനുവദിക്കരുത്. തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ ആലിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ഒരു 17-കാരി. പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന അവളെ കഴിഞ്ഞ ദിവസം വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നു. നെയ്യാർ ഡാം സ്വദേശിനി ആലിയ ഫാത്തിമയാണ് മരിച്ചത്. ആലിയുടെ മരണത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. അവളെ ഒരു യുവാവ് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു. കുടുംബത്തെ കൊല്ലുമെന്നവരെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. പെൺകുട്ടിയുടെ സഹോദരനെ മർദ്ദിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഫോൺ വഴിയും ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളിലൂടെയും ഇയാൾ ശല്യം ചെയ്തതിനെ തുടർന്നാണ് ആലിയ ആത്മഹത്യ ചെയ്തത്. മുൻപ് ഇരുവരും സൗഹൃദത്തിലായിരുന്നുവെന്നും വീട്ടുകാർ വിലക്കിയതോടെ പെൺകുട്ടി പിന്മാറുകയായിരുന്നുവെന്നുമാണ് സൂചന. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നെയ്യാർ ഡാം പന്തയിലാണ് +2 വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെക്കേ പന്തയിൽ ഷാജഹാൻ സബീന ദമ്പതികളുടെ മകൾ ആലിയ ഫാത്തിമയാണ് മരിച്ചത്. 17-കാരിയായ ആലിയ +2 വിദ്യാർത്ഥിനിയായിരുന്നു. പരീക്ഷയ്ക്ക് വീട്ടിൽ പഠനത്തിലായിരുന്ന കുട്ടി വീട്ടുകാർ കടയിലേക്ക് പോയ സമയത്ത് ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് വിവരം. വീട്ടിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഏകദേശം 2 മാസം മുൻപ് നെയ്യാർ ഡാം പരിസരത്ത് കൊണ്ണിയൂർ സ്വദേശിയായ വിദ്യാർത്ഥി ആലിയയുടെ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും സഹോദരനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു. പോലീസിന് മുൻപിലും പ്രശ്നമെത്തിയിരുന്നു. ഏതാനും ദിവസങ്ങളായി ഇയാൾ കുട്ടിയെ ഫോണിൽ വിളിക്കുകയും ഇൻസ്റ്റാഗ്രാം വഴി ചില സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചു. ഇക്കാര്യം കുട്ടി വീട്ടുകാരോട് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. നേരത്തെ ഇരുവരും സൗഹൃദത്തിലായിരുന്നെങ്കിലും വീട്ടുകാർ വിലക്കിയതോടെ പെൺകുട്ടി പിന്മാറിയിരുന്നെന്നാണ് സൂചന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് മരണത്തിന് പിന്നിലെന്നാണ് ആരോപണം. സുഹൃത്തായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിൽ നിന്നുണ്ടായിട്ടുള്ള തുടർച്ചയായ ശല്യമാണ് ഇതിന് കാരണമെന്നതാണ് വീട്ടുകാർ പറയുന്നത്. വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുകയും അതിനെ തുടർന്ന് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഇൻസ്റ്റാഗ്രാം വഴി കുട്ടിയെ ഏതോ തരത്തിൽ ശല്യപ്പെടുത്തി എന്നാണ് അറിയുന്നത്. അതിൽ നിന്നുണ്ടായ എന്തോ മാനസിക വിഷമം കൊണ്ടാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നത്. സംഭവത്തിൽ നെയ്യാർ ഡാം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയുടെ ഫോണും വിശദമായി പരിശോധിക്കും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ സംഭവിക്കുന്നത്? താൻ കാശിക്ക് പോകുകയാണെന്നും ഇനിയുള്ള കാലം അവിടെ ജീവിച്ച് ദൈവത്തിൽ അലിയുമെന്നും കുറിപ്പെഴുതി വെച്ച് കണ്ണൂരിൽ നിന്നും +2 വിദ്യാർത്ഥി വീട് വിട്ടിറങ്ങിയത് ഒരാഴ്ച മുൻപാണ്. ഓൺലൈൻ ഗെയിം കളിക്കുന്നത് പതിവായതോടെ പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിൻ്റെ മനോവിഷമത്തിലാണ് അവൻ നാടുവിട്ടത്. കണ്ണൂർ ചൊക്കളി സ്വദേശിയായ +2 വിദ്യാർത്ഥി ശിവസൂര്യ വീട് വിട്ടിറങ്ങി 7 ദിവസമായിട്ടും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. മാതാപിതാക്കൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വഴക്ക് പറയുകയും തിരുത്തുകയും ചെയ്യുന്നതെന്ന് മക്കൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. +2 വിദ്യാർത്ഥിയായ ശിവസൂര്യ ഓൺലൈൻ ഗെയിം കളിക്കുന്നത് പതിവാവുകയും
പണം നഷ്ടപ്പെട്ടു തുടങ്ങുകയും ചെയ്തപ്പോഴാണ് പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയത്. തുടർന്ന് ഈ ദേഷ്യത്തിൽ കുട്ടി വീട് വിട്ടുപോവുകയായിരുന്നു. കാശിയിലേക്ക് പോവുകയാണെന്ന കുറിപ്പ് വീട്ടിൽ എഴുതി വെച്ചിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി വിദ്യാർത്ഥിക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ഒടുവിൽ പാലക്കാട്ടുണ്ടെന്ന സൂചനയിൽ പോലീസ് അവിടെ എത്തിയെങ്കിലും കണ്ടെത്താനാകാതെ മടങ്ങി. കൊല്ലത്തും കാസർഗോട്ടും ശിവസൂര്യയെ കണ്ടതായി ഫോൺ കോളുകൾ വന്നിരുന്നു. 2 ഇടങ്ങളിലെ പരിശോധനയിലും വിദ്യാർത്ഥിയെക്കുറിച്ച് സൂചന കിട്ടിയില്ല. കത്തെഴുതി വെച്ചത് കാശിയിലേക്ക് പോകുന്നു, ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ചു തീർക്കാമെന്നുള്ളതാണ് കത്തെഴുതി വെച്ചത്. പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ അവനെക്കുറിച്ചിട്ടുള്ള യാതൊരുവിധ വിവരവും കിട്ടിയിട്ടില്ല. ശിവസൂര്യയുടെ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ കാശിയിലേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന അവിടെയും വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ ആലോചന. ഇതിനിടെ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘത്തെ ചുമതല ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. മരിച്ചു കിടക്കുന്നവരെ പോലും കാമാസക്തിക്ക് ഇരയാക്കുന്നവർ നികൃഷ്ട ജന്മങ്ങളാണ്. അല്പമെങ്കിലും മനസ്സാക്ഷി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റബോധം മരണം വരെയും അവരെ വേട്ടയാടും. കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തെയും ലൈംഗികമായി ഉപയോഗിച്ച സംഭവം കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തെ ആകെ നടുക്കിയതാണ്. ഈ കേസിലെ പ്രതി ഒടുവിൽ ജീവനൊടുക്കിയെന്നാണ് കേൾക്കുന്നത്. തടമ്പാട്ടുകാടം സ്വദേശി വൈശാഖാണ് മരിച്ചത്. വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടപടികളിലേക്ക് കടക്കാനിരിക്കെയാണ് ആത്മഹത്യ. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 24-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. യുവതിയെ സ്വന്തം വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കൊലപാതകം മറച്ചുവെക്കാനായി മൃതദേഹം വർക്ക്ഷോപ്പിൽ കെട്ടിത്തൂക്കി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പ്രതി ശ്രമം നടത്തി. ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ 2 പേർക്കും ഒരുമിച്ച് മരിക്കാം എന്ന് പറഞ്ഞാണ് യുവതിയെ ഇയാൾ വിളിച്ചു വരുത്തിയത്. എലത്തൂർ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് നാടിനെ ഞെട്ടിച്ച ക്രൂരത പുറത്തുവന്നത്. വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന കൊലപാതകത്തിന്റെ ചുരുളഴിച്ചു. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി മൃതദേഹത്തെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. കേസിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ചെറുപ്പം മുതൽ യുവതിയെ പീഡിപ്പിച്ചു വന്ന പ്രതിക്കെതിരെ പോക്സോ കേസും ചുമത്തിയിരുന്നു. കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് പ്രതിയെ തടമ്പാട്ട് താഴത്തെ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 ആഴ്ച മുൻപായിരുന്നു ഹൈക്കോടതിയിൽ നിന്നും പ്രതിക്ക് ജാമ്യം ലഭിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ഇരകളായാലും പ്രതികളായാലും തങ്ങളെ സമീപിക്കുന്നവർക്ക് നിയമസഹായം നൽകുകയെന്നത് അഭിഭാഷകരുടെ കടമയാണ്. എന്നാൽ അതിൻ്റെ പേരിൽ അവരെ ഉപദ്രവിച്ചാലോ? ഗാർഹിക പീഡന കേസിൽ കക്ഷിക്ക് നിയമോപദേശം നൽകിയതിലുള്ള പ്രതികാരമായി കൊച്ചിയിൽ അഭിഭാഷക ദമ്പതികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പരാതി. വൈപ്പിൻ സ്വദേശി അഡ്വക്കേറ്റ് ഡോൾഗോവിൻ്റെ കുടുംബത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അക്രമത്തിനിടെ അഭിഭാഷകന്റെ പിതാവിന് കുത്തേറ്റു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവമുണ്ടായത്. വൈപ്പിൻ മുരിക്കുപാടം സ്വദേശികളും അഭിഭാഷകരുമായ അഡ്വക്കേറ്റ് ഡോൾഗോവ്, ഭാര്യ ലീമ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. വൈപ്പിൻ സ്വദേശികളായ ഡസ്റ്റർ എന്ന വേലു, ഡെനൈസ്റ്റാർ എന്ന വാവക്കുട്ടി എന്നിവർ ചേർന്നാണ് വീട് കയറി ആക്രമിച്ചത്. സംഭവ സമയം അഭിഭാഷകനായ ഡോൾഗോ വീട്ടിലുണ്ടായിരുന്നില്ല. ഇതിനിടെ വീടിന് മുന്നിൽ നിന്നിരുന്ന പിതാവ് മോഹൻദാസിനെ അക്രമി സംഘം കുത്തിവീഴ്ത്തുകയായിരുന്നു. അക്രമികൾ മോഹൻദാസിന്റെ കഴുത്തറക്കാൻ ശ്രമിച്ചതായും അഭിഭാഷകന്റെ മാതാവ് പറഞ്ഞു. അവർക്കൊന്നും നിർത്തണില്ല. ഞാൻ നിലവിളിച്ചിട്ട് ഓടി കൊട്ടിട്ട് അവരോട് പറഞ്ഞു, ഒന്ന് വന്നേ രക്ഷിക്കണേ, എന്തേ കഴുത്തറുത്ത് കൊല്ലണ് കുത്തണ് എന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവർ വന്ന് കൊണ്ടുപോയി പോലീസിനെ വിളിക്കുക, അച്ഛനെ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഇതിൽ അപ്പോഴാണ് അല്ലെങ്കിൽ കഴുത്ത് മാറ്റിയിട്ടാണ് ഇവർ. ഗാർഹിക പീഡന കേസിൽ കക്ഷിക്ക് നിയമോപദേശം നൽകിയതിലുള്ള പ്രതികാരമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അഭിഭാഷകൻ ഡോൾഗോവ് ആരോപിച്ചു. ഒരു കേസ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ വന്ന്
ആക്രമിച്ച ആക്രമണകാരിയുടെ ഭാര്യയുടെ കേസ് നമ്മളിവിടെ വക്കാലത്തെടുത്തു എന്നുള്ളതാണ്. ആ വക്കാലത്ത് എടുക്കാൻ പാടില്ലെന്നും പറഞ്ഞാണ് അച്ഛനും അമ്മയും അച്ഛനെ കഴുത്തറുത്തു 4 കുത്തുകുത്തി ഉപദ്രവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മോഹൻദാസിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിൽ അക്രമവും കൊള്ളയും പീഡനവും ഒക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നിയമ സംവിധാനങ്ങളുടെ വീഴ്ചയാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലും ജാമ്യം കിട്ടുന്ന സാഹചര്യം. മലപ്പുറം വള്ളിക്കുന്ന് പെട്രോൾ പമ്പിൽ അക്രമം അഴിച്ചുവിടുകയും തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതിന് അറസ്റ്റിലായ പ്രതിക്ക് അതിവേഗം ജാമ്യം. പരപ്പനങ്ങാടി പോലീസ് അതിസാഹസികമായി പിടികൂടിയ ചെട്ടിപ്പാടി സ്വദേശി മുഹമ്മദ് സാദിഖിനാണ് 2ാം ദിവസം ജാമ്യം ലഭിച്ചത്. പരപ്പനങ്ങാടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. നേരത്തെയും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഞായറാഴ്ച വൈകിട്ടാണ് ആനങ്ങാടി പെട്രോൾ പമ്പിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇന്ധനം അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പമ്പ് ജീവനക്കാരുമായി തർക്കത്തിലായ പ്രതി അവരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പരപ്പനങ്ങാടി SHO സ്റ്റെപ്റ്റോ ജോൺ, SI മുഹസിൻ, CPOമാരായ രാഹുൽ, CB എബ്രഹാം എന്നിവരടങ്ങുന്ന സംഘത്തിനു നേരെയും പ്രതി മുഹമ്മദ് സാദിഖ് തിരിഞ്ഞു. അക്രമാസക്തനായ പ്രതിയെ പ്രയാസപ്പെട്ടാണ് 4 പോലീസുകാരും ചേർന്ന് കീഴടക്കിയത്. ഇയാളുടെ ആക്രമണത്തിൽ SHO സ്റ്റെപ്റ്റോ ജോൺ ഉൾപ്പെടെ 4 പോലീസുകാർക്കും പരിക്കേറ്റു. ആക്രമണത്തിനിടെ പോലീസ് വാഹനത്തിനും പ്രതി കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. പമ്പ് ജീവനക്കാരെ ആക്രമിച്ചതിനും പോലീസുകാരനെ മർദ്ദിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മുഹമ്മദ് സാദിഖ് മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ കോഴിക്കോട് റെയിൽവേ പോലീസിലും കൂട്ടുമൂച്ചി ബിവറേജിലെ ജീവനക്കാരെ മർദ്ദിച്ചതിന് പരപ്പനങ്ങാടി പോലീസിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയിട്ടും 11-ാം തീയതി പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലവും ലഹരി ഉപയോഗിക്കുന്ന സ്വഭാവവും ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവവും ജാമ്യം കൊടുത്താലുള്ള ഭവിഷ്യത്തും എല്ലാം ചൂണ്ടിക്കാണിച്ച് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ട് അവഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചതെന്ന് പോലീസ് പറയുന്നു. ജാമ്യം നൽകുകയാണ് കീഴ്വഴക്കമെന്നും ജയിലിലടയ്ക്കുക അപൂർവ നടപടിയാണെന്നുമുള്ള സുപ്രീം കോടതി വിധിയിലെ പരാമർശവും കോടതി വിധിയിൽ ഉദ്ധരിച്ചിരുന്നു. ന്യൂസ് 18 മലപ്പുറം. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രി ഉണ്ണി ദാമോദരനും മരുമകൻ ടി അരുണിനുമെതിരെ വ്യാജ പീഡന പരാതി നൽകിയ കേസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിരപരാധികൾ കുടുങ്ങുമായിരുന്ന പീഡന പരാതിയാണ് പോലീസ് അന്വേഷണത്തിൽ വ്യാജമെന്ന് കണ്ടെത്തിയതും പ്രതികൾക്കെതിരെ കേസെടുത്തതും. ക്ഷേത്രഭരണം പിടിച്ചെടുക്കുന്നതിനും സ്വത്ത് തട്ടിയെടുക്കുന്നതിനും വ്യാജ പീഡന പരാതി കെട്ടിച്ചമയ്ക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ പ്രതികൾക്കെതിരെ ബംഗളൂരു കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. ആകെ 13 പ്രതികളെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാനസവാടി പോലീസ് ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 13 പ്രതികളെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രഭരണം പിടിച്ചെടുക്കുന്നതിനും സ്വത്ത് തട്ടിയെടുക്കുന്നതിനുമായി വ്യാജ പീഡന പരാതി കെട്ടിച്ചമയ്ക്കായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. തന്ത്രി ഉണ്ണി ദാമോദരന്റെ സഹോദരപുത്രൻ പ്രവീൺ കാനാടിയാണ് കേസിലെ മുഖ്യപ്രതി. തന്ത്രിയുടെ സഹോദരൻ ദേവദാസ്, മകൻ ശ്രീരാഗ് കാനാടി, മറ്റൊരു സഹോദരൻ വേണുഗോപാൽ, മകൻ സ്വാമിനാഥൻ, ഭാര്യ രജിത, മസാജ് പാർലർ ജീവനക്കാരിയായ രത്ന, സഹായി ബീന, മോണിക്ക, മുഹമ്മദ് ആലം, PS ശരത് മേനോൻ, സജിത്ത്, മഹേഷ് ഷെട്ടി എന്നിവരാണ് മറ്റു പ്രതികൾ.
ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ ഗൂഢാലോചന, വ്യാജ തെളിവുകൾ സൃഷ്ടിക്കൽ, തെളിവ് നശിപ്പിക്കൽ, വഞ്ചന, ഭീഷണിപ്പെടുത്തി സ്വത്ത് തട്ടിയെടുക്കൽ, അപകീർത്തിപ്പെടുത്തൽ, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 2 കോടിയോളം രൂപയുടെ ഇടപാട് നടന്നതിന്റെ ബാങ്ക് രേഖകളും ഫോൺ സംഭാഷണങ്ങളും കണ്ടെത്തി. ഒപ്പം ഗൂഢാലോചന നടന്നു തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. മസാജ് പാർലർ ജീവനക്കാരിയായ സ്ത്രീയെ പൂജയ്ക്ക് എന്ന വ്യാജേന ക്ഷേത്രത്തിലെത്തിച്ച് തെളിവുകൾ ഉണ്ടാക്കി വ്യാജ പീഡനക്കേസ് സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2025 മെയ് 29-ന് രത്ന നൽകിയ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരു പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അരുണിന് ജാമ്യം ലഭിച്ചു. കേസ് അന്വേഷണത്തിൽ തന്ത്രിയുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ പോലീസ് കോടതിയിൽ ക്ലീൻ ചിറ്റ് നൽകി. ഇതിന് പിന്നാലെ തന്ത്രി ഉണ്ണി ദാമോദരനും മകൾ ഉണ്ണിമായയും നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അരുണിനെ ആസൂത്രിതമായി കേസിൽ കുടുക്കിയതാണെന്ന് കണ്ടെത്തിയത്. ന്യൂസ് 18 ബംഗളൂരു. എത്ര വലിയ കുറ്റവാളികളാണെങ്കിലും അവരുടെ മനുഷ്യാവകാശം നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. മലപ്പുറം താനൂരിൽ ലഹരി കേസ് പ്രതി താമിർ ജിഫ്രിയുടെ മരണത്തിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. താമിറിനെ ആശുപത്രി കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റിയെങ്കിലും പിന്നെയും വൈകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇത് മനഃപൂർവ്വം വൈകിപ്പിച്ചെന്നാണ് താമിറിന്റെ കുടുംബത്തിന്റെ ആരോപണം. സ്റ്റേഷന് പുറത്തെ നിർണായക CCTV ദൃശ്യങ്ങൾ 3 വർഷത്തിന് ശേഷമാണ് പുറത്തുവരുന്നത്. മൂന്ന് വർഷമായി താമിർ ജിഫ്രിയുടെ കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പോലീസ് സ്റ്റേഷന് പുറത്തെ CCTV ദൃശ്യങ്ങൾ കുടുംബത്തിന് ലഭിച്ചത്. പോലീസ് തയ്യാറാക്കിയ മാസ്റ്ററും FIR-ഉമെല്ലാം വ്യാജമാണെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങളെന്നാണ് ആരോപണം. സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ താമിറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസുകാർ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങളിൽ. ജീപ്പിൽ കയറ്റിയിട്ടും 5 മിനിറ്റ് കൂടി കഴിഞ്ഞാണ് താമിറുമായി ആശുപത്രിയിലേക്ക് ജീപ്പ് പുറപ്പെട്ടതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. മനഃപൂർവ്വം താമിറിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പോലീസുകാർ ആശുപത്രിയിലെത്തിക്കുന്നത് വൈകിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പുലർച്ചെ 1:43-നാണ് താമിറിനെ സ്റ്റേഷനിലെത്തിക്കുന്നത്. ഈ സമയത്തും താമിർ അവശനായിരുന്നുവെങ്കിലും നടന്നാണ് സ്റ്റേഷനിലേക്ക് കയറുന്നത്. വൈകിട്ട് 5 മണിയോടെ തന്നെ താമിറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. 8 മണിക്കൂറോളം പോലീസ് ക്വാർട്ടേഴ്സിലെത്തിച്ച മർദ്ദിച്ച ശേഷമാണ് സ്റ്റേഷനിലെത്തിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുഴഞ്ഞു വീണ താമിറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പുറത്തേക്ക് കൊണ്ടുവന്ന ജീപ്പിൽ കയറ്റുന്നത് പുലർച്ചെ 4:18-ന്. പക്ഷേ ജീപ്പ് സ്റ്റേഷൻ വിട്ടത് 4:23-നും. ഗുരുതരാവസ്ഥയിലായിരുന്ന താമിറിനെ ആശുപത്രിയിലെത്തിക്കുന്നതിൽ 5 മിനിറ്റ് വൈകിയത് നിർണായകമാണെന്ന് കുടുംബം പറയുന്നു. ഇതോടെ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വീണ്ടും നിയമപോരാട്ടത്തിനൊരുങ്ങുകയാണ്. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന CBI ആണ് താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രിക്ക് ദൃശ്യം നൽകിയത്. മുൻപ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചോ ഇപ്പോൾ അന്വേഷിക്കുന്ന CBI-യോ ഈ ദൃശ്യങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പുതിയതായി പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ കേസന്വേഷണത്തിൽ നിർണായകമാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 തിരൂർ. നിരവധി മലയാളികളുള്ള സ്ഥലമാണ് ബംഗളൂരു. മിക്കവരും നാട്ടിൽ നിന്ന് പോയി വരാൻ ആശ്രയിക്കുന്നത് ബസ്സുകളും ട്രെയിനുകളുമൊക്കെയാണ്. ഇവരെയെല്ലാം ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു. കർണാടകയിൽ ഡ്രൈവറും കണ്ടക്ടറും മരിക്കാനിടയായ KSRTC അപകടം ആസൂത്രിത അട്ടിമറി എന്നാണ് സൂചന. മുട്ടയേറിനെ തുടർന്നുണ്ടായ അപകടമാണോ എന്നാണ് സംശയം. അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിൽ മുട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി രക്ഷാപ്രവർത്തകർ പറയുന്നു. കഴിഞ്ഞ ദിവസം ബംഗളൂരിൽ നിന്നും പുറപ്പെട്ട KSRTC ബസ്സിന് നേരെ ഇതേ സ്ഥലത്ത് വെച്ച് മുട്ടയേറുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇതാണ് സംശയം ബലപ്പെടുത്തുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. ബംഗളൂരു മൈസൂർ എക്സ്പ്രസ് വേയിൽ ബിഡതിയിൽ വെച്ചാണ് ബുധനാഴ്ച രാത്രി പുറപ്പെട്ട KSRTC ബസ്സിന് നേരെ മുട്ടയേറുണ്ടായത്.
സർവീസ് റോഡിൽ നിന്നും 3 പേർ തുടർച്ചയായി മുട്ടേറുകയായിരുന്നുവെന്ന് ബസ് ഡ്രൈവർ ന്യൂസ് 18നോട് പറഞ്ഞു. 5 പേരാണ് നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടത്. പിന്നെ 2 ബൈക്കും പിന്നെ പുറത്ത് 2 ആളിരിക്കുന്ന 3 പേര് നിന്ന് മുട്ടേറിയുന്നുണ്ട്. ഈ സംഭവമാണ് ബസ് അപകടത്തിൽപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമം നടന്നിരുന്നതായി സംശയമുയർത്തുന്നത്. കഴിഞ്ഞ 8-ന് KSRTC ബസ് അപകടത്തിൽപ്പെട്ട സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ സംഭവം നടന്നത്. 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽപ്പെട്ട ബസിന്റെ ചില്ലിൽ മുട്ടയുടെ അംശം കണ്ടതായി അന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. സംഭവത്തിൽ ദൃശ്യങ്ങൾ സഹിതം കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് KMCC സംഘടനയും പരാതി നൽകിയിട്ടുണ്ട്. മുട്ടയേറിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി. നമ്മുടെ ഗവൺമെന്റും അവരുടെ ഗവൺമെന്റുമായി സംസാരിക്കും. മുട്ട എറിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പൊ നമുക്ക് മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കിട്ടുന്നത്, അല്ലേ? അത് ഞങ്ങളും വളരെ സീരിയസ് ആണ് ആ വിഷയത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോ FIR ഇട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും. ചർച്ചയല്ല, അതിന്റെ അന്വേഷണങ്ങൾ നടത്തും. വിഷയം കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി മുഖ്യമന്ത്രി VD സതീശൻ സംസാരിക്കും. ബസ്സിന് നേരെയുണ്ടായ മുട്ടയേറിൽ ഫോറൻസിക് പരിശോധന വേണമെന്നാണ് ആവശ്യം. എക്സ്പ്രസ് വേയിൽ ബിഡതി രാമനഗര ഭാഗത്ത് കേരള വാഹനങ്ങൾക്ക് നേരെ അക്രമം പതിവാണെന്നും കവർച്ചകൾ നടന്നിട്ടുണ്ടെന്നും വിവരമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കിയെ എല്ലാ രീതിയിലും പൂട്ടാനുള്ള നീക്കത്തിലാണ് പോലീസ്. എറണാകുളം കുട്ടമ്പുഴ പോലീസ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ സൈബർ പോലീസിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനു പിന്നാലെയാണ് നടപടി. കൊച്ചിയിൽ 3 കേസുകളാണ് അർജുനെതിരെ ഉള്ളത്. കുട്ടമ്പുഴ പോലീസ് കോതമംഗലം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ആയങ്കിയെ തിങ്കളാഴ്ച വരെ റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതേസമയം അർജുൻ ആയങ്കി ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ തളിപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും പോലീസിനെയും വെല്ലുവിളിച്ച സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് കുട്ടമ്പുഴ പോലീസ് തലശ്ശേരി സബ് ജയിലിൽ പ്രൊഡക്ഷൻ വാറന്റ് ഹാജരാക്കിയാണ് കസ്റ്റഡിയിലെടുത്തത്. അർജുൻ ആയങ്കിക്കെതിരെ 3 കേസുകളാണ് എറണാകുളത്തുള്ളത്. കോതമംഗലം, ഊന്നുകല്ല് എന്നിവിടങ്ങളിലാണ് മറ്റു കേസുകൾ. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസുകൾ. നേരത്തെ കല്യാണ വീട്ടിൽ ഗൂഢാലോചന നടത്തിയ കേസിൽ ജയിലിലായ ഇയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ജാമ്യം റദ്ദാക്കിയിരുന്നു. അതേസമയം കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിർണായക തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്താനായി. ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തവരെ കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇയാളെ കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകരുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തു നിന്നാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ഷൂറാക്കിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ഫോൺ. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതോടൊപ്പം അഴീക്കോട്ടെ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ്പും പെൻഡ്രൈവും പോലീസ് പിടിച്ചെടുത്തിരുന്നു. അർജുൻ ആയങ്കി മുങ്ങി നടന്ന കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബന്ധു കുട്ടന്റെ കാറാണ് പിടികൂടിയത്. തളിപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കാർ. കോതമംഗലം കേസിൽ അർജുനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും അന്തിമഘട്ടത്തിലാണ്. ന്യൂസ് 18 കണ്ണൂർ. മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നവരാണ് ബെവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർ. എന്നാൽ ആർത്തി തീരാത്ത ചില ഉദ്യോഗസ്ഥരുണ്ട്. ഉൽപ്പന്ന വിലയേക്കാൾ നികുതിയും പോരാഞ്ഞിട്ടാണോ ബെപ്കോ ജീവനക്കാർ അധിക തുക ഈടാക്കുന്നത്? കൊല്ലം കരുനാഗപ്പള്ളിയിലെ ബെവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങുന്നവരിൽ നിന്നും 50 രൂപ വീതം അധികമായി വാങ്ങുന്നുവെന്ന് പരാതി. അധിക പണം വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എക്സൈസ് മന്ത്രി അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നടപടി.
കരുനാഗപ്പള്ളിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയ ആളിൽ നിന്ന് ജീവനക്കാരൻ 50 രൂപ അധികമായി വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സ്ഥിരമായി ഇത്തരത്തിൽ അമിത തുക ഈടാക്കുന്നതായാണ് പരാതി. ജീവനക്കാരൻ അധിക പണം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം എക്സൈസ് മന്ത്രിക്കും പരാതി ലഭിച്ചു. തുടർന്നാണ് അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കാൻ ബെവ്കോ DMDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. വൈകിട്ടോടെ 2 ജീവനക്കാരെ ബെവ്കോ MD സസ്പെൻഡ് ചെയ്തു. സുധിൻ രാജ്, അമൽദേവ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അധിക പണം വാങ്ങിയ ജീവനക്കാരൻ അമൽദേവ് ആണ്. സുധിൻ രാജ് ഷോപ്പ് ഇൻചാർജും. അമൽദേവ് 50 രൂപ അധികം വാങ്ങിയെന്ന് തെളിഞ്ഞതായും പരാതി ഉയർന്നിട്ടും സുധിൻ രാജ് അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ന്യൂസ് 18 കൊല്ലം. എല്ലാ കുടുംബങ്ങളിലും വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലേ. ഭാര്യയും ഭർത്താവും തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലുമാകാം കലഹം. എന്താണ് ആ പ്രശ്നങ്ങളുടെ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നിസ്സാരമാകാം. മലപ്പുറം കുറ്റിപ്പുറത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് വയോധികൻ ഭാര്യയെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസ് ഞെട്ടിപ്പിക്കുന്നതാണ്. കോടതി ഇടപെട്ട് അകലം പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടും ആ അതിർവരമ്പ് ലംഘിച്ച് വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും ആക്രമിച്ചെന്നാണ് പരാതി. പ്രശ്നങ്ങൾ എത്ര വലുതായാലും ഒരു നിമിഷത്തെ കോപം കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സമാധാനമാണ് തകർത്ത് കളയുന്നത്. ദേഷ്യം മനുഷ്യ സഹജമാണ്. പക്ഷെ ആ കോപത്തിൻ്റെ പേരിൽ മറ്റൊരാളുടെ ജീവിതം തകർക്കരുത്. അത് നിരവധി മനുഷ്യരെയാണ് ദുരിതത്തിലാക്കുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.